Parle Fab in yummy chocolate and vanilla crème. അയ്യോ എന്റെ അമ്മച്ചി രക്ഷിക്കണേ. സാറേ അങ്ങയുടെ ഗാർഡനിൽ എന്താ ഇത്രയും ബുക്സ്? അതിപ്പോ സാലറി കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ചിലപ്പോ കാശിന് വേണ്ടി പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടാവും. അതാ. എന്നാൽ അദ്ദേഹം എവിടെ പോയി? എടാ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാ. എടാ കുട്ടികളെ, ആഹാ കൊള്ളാലോ. ഈ ബുക്കുകളൊക്കെ ഖന്നാസാറിന്റെ ശബ്ദത്തിൽ നിലവിളിക്കുകയാണല്ലോ. എടാ കുട്ടികളെ, വയലിന്റെ നടുക്ക് ഒറ്റക്കാലിൽ നിൽക്കും കൊക്ക്. ഞാൻ ബുക്കിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണ്. എന്നെ വേഗം രക്ഷിക്ക്. അടി കയ്യ്. എടാ കയ്യൊക്കെ പിന്നീട് അടിക്കാം. വേഗം എന്നെ ഒന്ന് പുറത്തെടുക്ക്. പ്രശ്നമൊന്നുമില്ലല്ലോ. രക്ഷപ്പെട്ടു. വലിയ പ്രശ്നമൊന്നും ഇല്ലടാ. അതല്ല ഞാൻ ചോദിച്ചതേ ബുക്കിനോടാ. കാരണം അത് നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. ഇന്നാ ഇന്നാ പിടിച്ചോ. ഇത് പിടിച്ചോ. ഇതാ ഇത് പിടിച്ചോ. ഇന്നാ സാറേ ഇതെന്തിനാ ഇത്രയധികം ബുക്സ്? കരാട്ടയിൽ നടക്കും പഞ്ച്. നാളെ നടക്കാൻ പോകുന്ന GK കോമ്പറ്റീഷനിൽ ഞാനാണ് ജഡ്ജ്. എടാ അത് സണ്ണിയും തോത്താളനും ബാക്കിയുള്ള എല്ലാരും പങ്കെടുക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. GK-യില് ഞാൻ വളരെയധികം സ്ട്രോങ് ആണ്. അതെയോ? എങ്കിൽ ഇത് പറ, അക്ബർ എപ്പോഴാ വന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക് രാവിലെ 5 മണിക്ക് വരുമായിരുന്നു. അദ്ദേഹം ചോദിച്ചത് പാലുകാരന്റെ കാര്യമല്ല, അക്ബർ ചക്രവർത്തിയെ കുറിച്ചാണ്. ഖന്ന സാറേ, അവനോട് ചോദ്യം ചോദിച്ച് നമ്മുടെ സമയം മുഴുവൻ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. എന്നെ വെറുതെ ചെറുതായിട്ട് കാണരുത്. എന്നോട് എന്ത് ചോദ്യം വേണേലും ചോദിച്ചോ. ഞാൻ അതിനൊക്കെ ശരിയായിട്ടുള്ള ഉത്തരം മാത്രമേ പറയുള്ളൂ. എങ്കിൽ പറ, 3 - 5 5 - 3 എത്രയാ? ശരിയായ ഉത്തരം. ഇതെന്ത് ഉത്തരവാടാ കഴുതേ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന് ശരിയായ ഉത്തരം മാത്രമേ പറയുള്ളൂ. കന്യാ സാറേ, അനിയോട് സംസാരിച്ചോണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അങ്ങേക്ക് പനി തന്നെ പിടിക്കും. അതുകൊണ്ട് അങ്ങ് ബുക്ക് തയ്യാറായിക്കൊള്ളൂ. ശരിടാ കുട്ടികളെ, ഞാൻ എന്തായാലും പെട്ടെന്ന് പോയി ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ ഇവിടെ കളിച്ചോളൂ. പിന്നീട് ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കളിച്ചോളാം. ഓക്കെ, വീണ്ടും ഒരു ചോദ്യം കിട്ടി. എന്റെ അമ്മച്ചി, എന്തുവാണ് ഇത്? ഒരു ചോദ്യം കൂടെ കിട്ടി. കുട്ടികളെ, ബർത്ത്ഡേക്ക് കിട്ടി എനിക്ക് നല്ലൊരു ടെഡ്ഡി. ചോദ്യങ്ങളുടെ ബുക്ക് ഇപ്പോൾ റെഡി. ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ബുക്കിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി കന്ന സാറേ, നാളെ കോമ്പറ്റീഷന് തയ്യാറായിരിക്കുന്നെന്ന് പറയ്. അല്ല, ഞാൻ ഇപ്പൊ എന്തായാലും തയ്യാറല്ല. ഒരു നല്ല സൂപ്പർ സൂട്ട് വാങ്ങിക്കണം. നാളെ അല്ലേ കോമ്പറ്റീഷൻ? എപ്പോ വാങ്ങാൻ പോകുന്നു? മറ്റന്നാളാ? അതെന്തായാലും കലക്കി. കാട്ടിൽ പോയി പുലിയെ കണ്ടാൽ അപ്പ തന്നെ ഓടിക്കോണം. നിങ്ങൾ 4 പേരും എന്റെ ഈ ബുക്ക് നോക്കിക്കോണം. അല്ല, കഷ്ടപ്പെടുന്നത് കൊണ്ട് എന്താണ് കിട്ടാതെ പോവുക? അതുകൊണ്ട് ഞാനും കഷ്ടപ്പെടാൻ പോവുക. എന്നാൽ അത് ക്വിസിന് വേണ്ടിയല്ല, ക്വിസിന്റെ ബുക്ക് മോഷ്ടിക്കാൻ വേണ്ടി. അതിനകത്തുള്ള എല്ലാ ഉത്തരങ്ങളും ഞാൻ മനഃപ്പാടമാക്കി നാളത്തെ ക്വിസിൽ ഞാൻ തന്നെ ജയിക്കും. Splash, slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. നിങ്ങൾ നിഞ്ച ഫിലിം ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? അവര് ശത്രുക്കളെയൊക്കെ ദാ ഇങ്ങനെയാ ഇടിച്ച് ചമ്മന്തിയാക്കുന്നത്. പിന്നെ ദാ ഹീറോ എഴുന്നേറ്റേ അവനിട്ട് ദാ ഇതുപോലെ കൊടുക്കും. പിന്നെ ഹീറോ ദാ ഇതുപോലെ ബുക്ക് അങ്ങോട്ട് എടുക്കും.
എന്നിട്ട് വില്ലനെ നോക്കിയിട്ടതാ ഇങ്ങനെ ഒരു ഏറ. ആ? ആ? എടാ കഴുതേ, ഖന്ന സാറിന്റെ ബുക്ക് നീ എന്തിനാടാ എടുത്ത് എറിഞ്ഞത്? വേഗം പോയി എടുത്തോണ്ട് വാ. ഹേയ്. ലോകത്തിലെ ഏറ്റവും നീചനായ വില്ലൻ അതാ ബുക്ക് എടുത്തോണ്ട് ഓടുകയാണ്. അവൻ അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചതിന് ശേഷം നാളെ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ഈ ചീറ്റിംഗ് സമ്മതിക്കാൻ പാടില്ല. വേഗം അവന്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങണം. സണ്ണി ബുക്ക് തനക്കേ, അല്ലെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ച് ജികെ മുഴുവൻ പറഞ്ഞു തരും. എടാ, ഞാൻ ബുക്ക് തരാൻ പോകുന്നില്ല. ഇനി എന്തായാലും ഉമ്മാരെ ഒന്ന് പറ്റിച്ചേക്കാം. സണ്ണി, ആ ബുക്ക് നീ വായിക്കരുത്. ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും തന്നെ ബുക്ക് വായിക്കാറേയില്ല. എന്നിട്ട് വായിക്കുന്ന കുട്ടികളോട് വായിക്കാൻ പാടില്ലെന്ന് പറയുക. നിങ്ങൾക്ക് ബുക്കല്ലേ വേണ്ടത്? ഇന്നാ പിടിച്ചോ. അതെ കൊച്ചളിയാ, ദേ എനിക്ക് ബുക്ക് കിട്ടിപ്പോയി. കലക്കി. ഒരു കൊതുക് ഓട്ടോയിൽ കയറിയിട്ട് തന്റെ കാലുകൾ വെളിയിലേക്ക് ഇട്ടു. ഡ്രൈവർ, മാഡം കാല് അകത്തേക്കിടൂ. കൊതുക് പറ്റില്ല. വഴിയിൽ ഏതെങ്കിലും ആനയെ കണ്ട ഞാൻ ചവിട്ടണമെന്ന് പറഞ്ഞു. അടിപൊളി തമാശ കേട്ടാ. എടാ, ഇത് ജോക്ക് ബുക്കാണ്. അപ്പോ ആ റെഡ് ബുക്ക് എവിടെ പോയി? യഥാർത്ഥ ബുക്ക് ഏതാ എന്റെ കയ്യിലാ ഉള്ളത്. എന്നാ ഇത് പിടിച്ചോ, ഇതും കൂടെ ഇരിക്കട്ടെ. അല്ല, ഈ ബൈക്കിന് റിപ്പയർ ആവാൻ കണ്ട സമയം. മര്യാദയ്ക്ക് ബുക്ക് തിരിച്ചു തന്നേക്ക് സണ്ണി. ഇതാ അയ്യോ, വേണ്ട, ഞാനിപ്പോ താഴെ വീഴും. നിനക്ക് ഇപ്പൊ തന്നെ ഈ ബുക്ക് വേണോ അല്ലേ? എടാ, എനിക്ക് വേണം. ഇന്ന പിടിച്ചോ. സണ്ണി, നിനക്ക് ചീറ്റിംഗും ചെയ്യാൻ പറ്റില്ല. നിനക്ക് ടെസ്റ്റിൽ ജയിക്കാനും പറ്റില്ല. അഥവാ ചീറ്റിംഗ് ചെയ്ത് ആരെങ്കിലും ജയിച്ചാലും ആ വിജയത്തിന് എന്താണ് ഫലമുള്ളത്? കള്ളങ്ങൾക്ക് വേണ്ടി ബുദ്ധി ഉപയോഗിക്കാതെ പഠിക്കാൻ ഉപയോഗിക്ക്. അപ്പോൾ ജയം വളരെ എളുപ്പത്തിലാകും. സംശയമുണ്ടോ? ഇവൻ കഴുതയാണ്. ഇവനോട് എന്തൊക്കെ പറഞ്ഞാലും ഒന്നും തന്നെ മനസ്സിലാവാൻ പോകുന്നില്ല. അന്നാ സാർ ഇപ്പൊ സൂട്ടും വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയായിരിക്കും. വേഗം വാ, നമുക്ക് പോവാം.
എടാ കുട്ടികളെ, മഴ പെയ്തപ്പോൾ കിണർ മുഴുവൻ വെള്ളമുണ്ട്. എന്റെ ബുക്ക് സൂക്ഷിച്ചതിന് നന്ദിയുണ്ട്. അടികൈ. ക്യൂസിനുള്ള ബുക്ക് അതാണെങ്കിൽ പിന്നെ ഈ ബുക്ക് ഏതാ? എന്റെ പോക്കറ്റ് മുഴുവൻ കാലി. എന്റെ കൂട്ടുകാരിയുടെ പേര് മോളി. ഇന്റർനെറ്റിൽ ഫോട്ടോയാണ് ട്രെൻഡിങ്. ഇതാണ് കവിതകളുടെ എൻഡിങ്. കന്ന സാറേ, സാറ് ചോദ്യങ്ങളോടൊപ്പം തന്നെ കവിത എഴുതി വെച്ചിരിക്കുകയാണല്ലോ. ഇല്ലടാ കുട്ടികളെ, ചോദ്യങ്ങളുടെ ബുക്ക് എന്റെ പക്കൽ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് മുഴുവൻ നിങ്ങൾ എല്ലാരും കൂടെ എന്റെ കവിത ബുക്കാണ് സൂക്ഷിച്ചത് അല്ലേ? ഓഹോ, എന്റെ അമ്മച്ചേ, ഇതിനു വേണ്ടിയാണ് ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത്. ഈ കാര്യം നമ്മൾ അറിഞ്ഞേ ഇല്ലല്ലോ. ഇങ്ങരുടെ കവിത കേട്ട് കേട്ട് എപ്പോഴും കാതിന്റെ പണിയാണ് തീരാറ്. ഇപ്പതേ കാലിന്റെ പണിയും തീർന്നു അല്ലേ? ഞാൻ മാനത്തിലൂടെ പറക്കുന്നവനാണ്. അവിടുന്ന് എങ്ങനെ താഴെ വീണാ പിന്നെ എന്റെ പണി തീരും. ഈ ബുക്ക് സണ്ണി വായിച്ചതെങ്കിൽ അവൻ തന്നെ തിരിച്ചു തരുമായിരുന്നു. താക്കോല് കളഞ്ഞു പോയാൽ വീടിന് പുറത്ത് നിങ്ങൾ എന്നെ അപമാനിക്കുന്നതൊന്ന് നിർത്ത്. സോറി കന്ന സാറേ, സാറിന്റെ കവിതയാണ് ബെസ്റ്റ്.